അത് വേറെ ഗേറ്റ് കുഞ്ഞുട്ടിൻ്റെ കൈ കാണിച്ച എൻ്റെ അമ്മ ഹോസ്റ്റേഴ്സിന് തന്നെ മുറിവാ. രക്തരൂക്ഷിതാണല്ലോ ചോദ്യം. ോടെയും അതിത്തരം ആഹ്ലാദത്തോടെയും സ്കൂളുകളിലേക്ക് അതിന്റെ ഭാഗമായി പരസ്പരം സ്നേഹവും കരുതലും നമ്മുടെ സമൂഹത്തിന് നഷ്ടമായി പോയിരുന്നു. പക്ഷേ നമ്മുടെ സമൂഹം നിൽക്കുന്നു. ഇവിടെ പൊതുവിദ്യാലയം നടന്നു പോകുന്ന അവസ്ഥ, കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ, 5 ലക്ഷം കുട്ടികൾ ഈ പരവൂർ ഗവൺമെന്റ് എല്ലാ കുട്ടികളും ഈ വർഷം പുതിയതായി ഒരുപക്ഷെ അതിനെ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ സ്കൂളിൽ ഒരു 4 വർഷത്തിന് മുമ്പ് 80 കുട്ടികൾ സ്കൂളിൽ അതിന്റെ നേരെ 2 കുട്ടികൾ വരാൻ കാരണം ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ക്ഷണിച്ചാൽ അറിയിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം പങ്കെടുക്കുന്നത് നമ്മുടെ സ്വന്തം PTA പ്രസിഡന്റ് ശ്രീ രാജേഷ് PV അവர்களാണ്. അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ സംസാധന ചെയ്യുകയാണ്. വളരെ മനോഹരമായി ഉദ്ഘാടനം ചെയ്തു. അപ്പോ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കടവൂരിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് ചെയ്തതാണ് നമ്മുടെ ഓഡിയോയായിട്ടുള്ളത് കേട്ടത്. അപ്പോൾ ഈ ഒരു പ്രവേശനോത്സവത്തിന് സ്വാഗതം ആശംസിച്ചിട്ടുള്ള നമ്മുടെ പ്രിൻസിപ്പളാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ നമ്മുടെ അധ്യാപകരുടെ ആശംസിച്ചുകൊണ്ട് ഔപചാരികളുടെ പേര് മാത്രം ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. അനുസരിക്കും അദാലത്തിൽ നമ്മെ വിഭിന്നയാണ് ട്രസ്റ്റിന് ഒരുക്കിയതാണ്. കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്കറിയാം, നിങ്ങൾ ഇതുവരെ പല സ്കൂളുകളിൽ പഠിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. കടത്തുള്ളി UP ഉണ്ട്, ചെറുച്ചേരി സ്കൂളുണ്ട്, ലാത്ര UP ഉണ്ട്, മേരിമാറുണ്ട്, അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളാണ്. പക്ഷെ ആരൊന്നും പറയുന്നില്ലല്ലോ പേര്, സ്കൂളിന്റെ പേര് അറിഞ്ഞൂടാ. GHSS കടന്നപ്പള്ളി അല്ലേ? കുട്ടികൾ രക്ഷിതാക്കൾ അവിടെ തന്നെ
സ്റ്റെപ്പ് കയറാൻ പറ്റുവാ? ലക്ഷ്മിയ പറ്റുവാ? പറ്റുമെങ്കിൽ നമ്മുടെ റാമ്പ് ശരിയായില്ല. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നിലാവിനെ പ്രണയിച്ച പെൺകുട്ടി എന്ന ഒരു കഥാപുസ്തകം പുറത്തിറക്കിയ ലക്ഷ്മിക കടന്നപ്പള്ളി യു സ്കൂളിൽ നിന്നും ഇവിടെ എത്തിയ ലക്ഷ്മികയ്ക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. നമുക്ക് 3 പുസ്തകം കൊണ്ട് നമുക്ക് കൊടുക്കാം. എന്നോട് കൂടി കൊടുക്കാം. അപ്പോ ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുടെ പേര് വിളിക്കും. ക്ലാസ് ടീച്ചർ ഉണ്ടാവും. പേര് വിളിക്കുന്ന കുട്ടികൾ ക്ലാസ്സിന്റെ അടുത്തേക്ക് വരിക. ക്ലാസ് ടീച്ചർ നിങ്ങളിൽ കൂട്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോകും. ഇവിടെ നിന്നും മുന്നിലേക്ക് ഈ സൈഡിൽ നിന്നും ലൈൻ എടുത്ത് അങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി ഇരിക്കുന്ന കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം കൂടുതലല്ലോ. ഓക്കെ, ഇപ്പൊ ശ്രീധര ടീച്ചർ കുട്ടികളെ വിട്ടുപോകും. ടീച്ചർ പറയുന്നത് പോകും. ക്ലാസ് ടീച്ചർ ഷൈന ടീച്ചറാണ്. ടീച്ചർ ഫിസിക്കൽ സയൻസ് ടീച്ചറാണ്. 8 ടീച്ചർ പേര് വിളിക്കുമോ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അക്ഷയ ദാസ്,